ടൈം ട്രാവൽ സിനിമകളുടെ ഭാഗമായി തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതേ പറ്റിയിട്ടുള്ള കഥകളൊക്കെ പറയുമ്പോഴും അറിഞ്ഞുകൂടാത്തവരൊക്കെ ടൈം ട്രാവലിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ടൈം ട്രാവൽ രസകരമാണ്, നമ്മൾ ചിന്തിക്കുമ്പോൾ രസകരമാണ്, കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ രസം കൂടുതൽ അനുഭവപ്പെടും. പക്ഷെ ശരിക്കും ഈ ടൈം ട്രാവലിൻ്റെ ഒരു ഫിക്ഷൻ അപ്പുറത്തേക്ക് ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിൽ എത്രത്തോളം അറിവുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ എവിടം വരെ എത്തി? ഈ സമയം എന്ന് പറയുന്ന ആശയം ശരിക്കും ഭൗതിക ശാസ്ത്രത്തിലെ വളരെ ദുർഗ്രാഹ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം അതെന്താണ് എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് 100% പ്രിസൈസ് ആയിട്ടുള്ള ഉത്തരവില്ല. നമുക്ക് പറയാവുന്ന ഒരു കാര്യം, പ്രിസൈസ് ആയിട്ടുള്ള ഉത്തരവില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമയം ഒരു അളവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ സമയത്ത് ആക്കുന്നുണ്ട്. നമ്മൾ ടൈം കീപ്പിംഗ് എന്ന രീതിയിൽ വാച്ചും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കലണ്ടറും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ അളക്കാനാണ്. അപ്പോൾ അളവായിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫിസിക്സിലെ മറ്റളവുകളെ പോലെ ഒന്നുമല്ല ഈ അളവ്. ബാക്കി പറഞ്ഞ ഓഡ് വൺ ഔട്ടാണ്. പക്ഷെ അതേസമയം എൻ്റെ തിയറട്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം, ഈ പ്രപഞ്ചം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഈ വാക്ക് ഉണ്ടാക്കുന്ന ഒരു മെന്റൽ ഇമേജ് പ്രശ്നമുള്ളതാണ് ഞാൻ പിന്നെ ജാമ്യം പോലെ പറയുന്നത്. പ്രപഞ്ചം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉൾപ്പെടുന്ന ഈ ചുറ്റുപാടുകൾ ഉൾപ്പെടുന്ന പ്രപഞ്ചം. ആ വാക്ക് കേൾക്കുമ്പോൾ പക്ഷെ ഉടനെ അങ്ങ് വലിയ ഗാലക്സികൾ അങ്ങനെ പോകണമെന്നില്ല. ഇത് മൊത്തം ഉൾപ്പെടുന്ന ആ പ്രപഞ്ചം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് സ്പേസ് ടൈം ആണ്. അതിന് സ്പേസ് കൊണ്ട് ടൈമുണ്ട്, രണ്ടും കൂടെ ചേർന്നത് ഒരു വസ്ത്രത്തിൻ്റെ ഊടും പാവും എന്ന് പറയുന്നത് പോലെയാണ് സമയവും ഈ സ്ഥലവും സ്പേസും ടൈമും ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ ജീവി എന്ന നിലയിൽ നമ്മുടെ അനുഭവം അങ്ങനല്ല. നമ്മുടെ അനുഭവം രണ്ടും വെവ്വേറെ കാര്യങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അതായത് നമ്മൾ തമ്മിൽ ഇരിക്കുമ്പോൾ നമുക്കിടയിലുള്ള ദൂരം ഇതൊരു സ്പേസിൽ അളക്കുന്ന കാര്യമാണ്. നമ്മൾ എത്ര നേരമായി സംസാരിക്കുന്നു അത് ടൈമിൽ അളക്കുന്നതാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്തടുത്തിരുന്ന് സംസാരിച്ചാലും ദൂരെ ഇരുന്ന് സംസാരിച്ചാലും ഇതുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ല നമ്മൾ എത്ര നേരമായി സംസാരിക്കുന്നത്. പക്ഷെ അത് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ ഇന്ദ്രിയങ്ങൾക്കും ശരീര വലിപ്പത്തിനും ഒക്കെ അനുസരിച്ച് നമ്മൾ ഇടപെടുന്ന പ്രപഞ്ചത്തിന്റെ ഭാഗം വളരെ പരിമിതമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റിൽ ഇങ്ങനെയല്ല. അവിടെ നിങ്ങൾ എത്ര വേഗത്തിൽ പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ക്ലോക്കിന്റെ വേഗത മാറും, മാസ് മാറും. നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ വെച്ച്, നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണയുണ്ട് നമുക്ക്, മെന്റൽ ഇമേജ്. അത് ബ്രേക്ക് ആവാത്തതിന് കാരണം നമ്മൾ അത്തരം അനുഭവങ്ങളുടെ പരിധിയിൽ തന്നെയാണ് എപ്പോഴും നിൽക്കുന്നതെന്നുള്ളതാണ്. അതല്ലാത്ത എക്സോട്ടിക് ആയിട്ടുള്ള അനുഭവങ്ങളിലേക്ക് പോകുന്നു, അതിഭീകരമായ ഊർജം വഹിക്കുന്ന തരത്തിലുള്ള വേഗത്തിലുള്ള സഞ്ചാരമോ അത്ര ഭീകരമായ ഗ്രാവിറ്റി ഉള്ള ഒരു സാധനത്തിനടുത്തേക്ക് പോകുന്നു, അതൊന്നും സാധാരണ നമ്മുടെ ഒന്നും ലൈഫിൽ ഉണ്ടാവില്ല. പക്ഷെ തിയറട്ടിക്കലി നമുക്കത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷണങ്ങളിലൂടെ അത്തരം സാഹചര്യങ്ങൾ സിമുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അവിടെ ഇത്തരം കാര്യങ്ങൾ ഡിഫറൻ്റ് ആണ്. അവിടെ സ്ഥലവും കാലവും തമ്മിൽ ബന്ധം, അതിലൊരു അളവാണ്, അതിൽ ഈ സമയം കൂടെ ചേർന്നതാണ് പ്രപഞ്ചം. അപ്പം പ്രപഞ്ചം ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് സ്പേസ് ടൈമാണ്. സ്പേസും ടൈമും അവിടെ നിന്ന് ഉണ്ടാകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ എൻറ്റിറ്റി, അതിൻ്റെ അസ്തിത്വത്തിൻ്റെ ബേസാണ് ഈ സമയം എന്ന് പറയുന്ന അളവ്. പക്ഷെ അത് മറ്റളവുകൾക്കില്ലാത്ത കുറേ ഗുണങ്ങൾ അതിനുണ്ട്. അതിനൊരു ദിശ ഉള്ളതുപോലെ നമുക്ക് തോന്നും. സ്പേസിനില്ലാത്ത ഒരു പ്രത്യേകതയാണ്. സ്പേസിന് നമുക്കറിയാം അതിനൊരു പ്രിഫേർഡ് ഡയറക്ഷൻ ഇല്ല. ഇപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ആദ്യം സ്കൂളാണോ അപ്പുറത്തിരിക്കുന്ന ഹോസ്പിറ്റലാണോ കാണുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങോട്ടാണ് നടക്കുന്നതനുസരിച്ച് മാറും. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ആദ്യം ചിലപ്പോൾ ഹോസ്പിറ്റൽ കാണും. സമയത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു മുട്ട താഴെ വീണ് പൊട്ടുന്ന വീഡിയോ എടുത്തിട്ട് റിവേഴ്സിൽ പ്ലേ ചെയ്താൽ എല്ലാവർക്കും അറിയാതെ റിവേഴ്സിൽ പ്ലേ ചെയ്യുന്നതാണ്. അല്ലാതെ ഇങ്ങനെ വരുന്നൊരു പ്രതിഭാസം റെക്കോർഡ് ചെയ്തതാണെന്ന് ആരും വിചാരിക്കില്ല. അപ്പം നമുക്കറിയാം, നമുക്ക് ഒരു ഇൻബോൺ ഫീൽ ഉണ്ട്, ഡയറക്ഷൻ ഓഫ് ടൈം. അതിന് സയൻസിൽ പൊതുവെ വിളിക്കുന്ന ആരോ ഓഫ് ടൈം എന്നാണ്. അതിന് കാരണം മറ്റു പല പ്രകൃതി നിയമങ്ങളുമാണ്. അതായത് ഒരുപാട് വേരിയബിൾസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് തീരുമാനിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരളവുണ്ട് ഫിസിക്സിൽ. വളരെ ആ എൻട്രോപ്പി കൂടുന്ന ദിശയിലായിരിക്കും നാച്ചുറലി കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുട്ട പൊട്ടുമ്പോൾ സംഭവിക്കുന്ന എൻട്രോപ്പി കൂടുന്നൊരവസ്ഥയാണ്. അത് തിരിച്ച് നടക്കില്ല. ഇത് എൻട്രോപ്പി എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീൽ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്തിനൊരു ദിശ ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നത്. ഇനി സമയത്തിലേക്കുള്ള ഈ സ്പേസും ടൈമും, സ്പേസ് ടൈമും ചേർന്നൊരു 4 ഡയമെൻഷണൽ യൂണിവേഴ്സാണ് നമ്മുടേത്. ഈ സ്പേസിലെ 3 ഡയമെൻഷൻസ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമുക്ക് അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്, ഫോർവേഡ്, ബാക്ക്വേർഡ്, ഇങ്ങനെ 3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ഷൻസ് നമുക്ക് സാധ്യമാണ്. അതാണ് ഈ 3 ഡയമെൻഷണൽ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പമുള്ള ഒരു ഡയമെൻഷനായിട്ട് വേണം നമ്മൾ സമയത്തെ കൂടി കാണാൻ. നമുക്ക് ശീലമുള്ളതാണ് വേറെ രീതിയിൽ. ഇപ്പോൾ നമ്മൾ വേറെ ആളെ കാണാമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും 4 ഡയമെൻഷനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. എവിടെ, എപ്പോൾ, ഇത് രണ്ടും വേണം. ഈ എവിടെയെന്ന് പറയുമ്പോൾ നമുക്ക് 3 ഡയമെൻഷൻസ് ഉണ്ട്.
എത്ര ഹൈറ്റിൽ എത്ര ദൂരത്തിൽ അവിടെ എപ്പോൾ എന്ന് പറഞ്ഞാലും കാര്യമില്ല. ഇപ്പം ഞാൻ നാളെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞാൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഞാൻ രാവിലെ എത്തുകയും മറ്റേ ആൾ വൈകുന്നേരം എത്തുകയും ചെയ്താൽ നമ്മൾ തമ്മിൽ കാണില്ല. എത്ര മണി നമ്മൾ പറഞ്ഞ് ഒരുമിച്ച് വരണം. അപ്പം ഇത് ശരിക്കും 4 ഡയമെൻഷനിലാണ്. ഇതിൻ്റെ ഒരു ഫോർമലൈസേഷൻ മാത്രമാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെ ഇതിനെ 4 ഡയമെൻഷണൽ സ്പേസ് ടൈം എന്നൊക്കെ ഒരു ഫാൻസി നെയിം ഇട്ട് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ സ്പേസിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരു അളവായിട്ടാണ് നമ്മൾ സമയത്തെ കാണുന്നത്. അപ്പോൾ സ്പേസിലൂടെ സഞ്ചരിക്കുന്നത് പോലെ സമയത്തിലൂടെയും സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഉത്തരം. കാരണം നമ്മളിപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വൽ ടൈം ട്രാവലിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരുപോലെ പോകുന്നതിന് പകരം ആർക്കെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ സമയത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ എല്ലാവരും ഒരേ സ്പീഡിലാണ് സമയത്തിലൂടെ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇവിടുന്ന് ബാക്കിലേക്കൊന്ന് സമയത്തിലൂടെ പോയാൽ, അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് സമയത്തിലൂടെ പോകാൻ അസാധ്യമെന്ന് പറയാൻ പറ്റുന്ന ചില സൂചനകൾ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില പാരഡോക്സുകളുണ്ട് അതിനകത്ത്. പാരഡോക്സ് എന്ന് ഉദ്ദേശിച്ച് ഇപ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്നൊരു എക്സാമ്പിൾ. ഇപ്പോൾ ഞാനിവിടെ നിന്നൊരു ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോയി എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ ഒന്ന് കളഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ലൈഫ് ഇല്ലാതാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനറേഷൻ പിന്നെ ഉണ്ടാവില്ല, ആ സാധ്യത ഇല്ലാതാകാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ജനിക്കില്ല. അപ്പോൾ പിന്നെ ഈ ബാക്കിലേക്ക് സഞ്ചരിച്ച് പോയി കൊന്ന ആളാരാണ്? ഇതാണ് എൻ്റെ പാരഡോക്സ്. ജനിക്കാത്ത ആളിന് ബാക്കിലേക്ക് പോകാൻ പറ്റുമോ? ഇതിന് തന്നെ പല രീതിയിൽ ബൂട്ട് സ്ട്രാപ്പർ അനാലജി, ഇങ്ങനെ പല പേരിലും ഇതേ സംഗതി വരുന്നത്. ഇതൊരു ഭയങ്കര പ്രശ്നം പിടിച്ച കാര്യമാണ്. നമ്മൾ പറയുമ്പോൾ ഒരു പസിലിന് വേണ്ടി ചോദിക്കുന്ന പോലെ തോന്നുമെങ്കിലും ഫിസിക്സ് ഇതൊരു സീരിയസ് പ്രശ്നമാണ്. നിങ്ങൾ കോസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഇഫക്റ്റിന് ബാക്കിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് ടൈം ട്രാവൽ അസാധ്യമാണെന്ന് നമ്മൾ കരുതുന്നുണ്ട്. ഈ കാണുന്ന നമ്മൾ ഫിക്ഷണൽ സ്റ്റോറിയിൽ കാണുന്ന രീതിയിലുള്ള ടൈം ട്രാവൽ അസാധ്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു കോട്ടുണ്ട്, ഇഫ് ടൈം ട്രാവൽ ഈസ് പോസിബിൾ വേർ ആർ ദ ടൂറിസ്റ്റ് ഫ്രം ദ ഫ്യൂച്ചർ. ഒരു പക്ഷേ ഇന്നത്തെ ടെക്നോളജി ഇല്ലെന്ന് വെച്ചോളൂ, ഒരു 1000 വർഷം കഴിഞ്ഞിട്ട് ടെക്നോളജി ഉണ്ടായാൽ അവർക്ക് സഞ്ചരിച്ച് ഇവിടെ വരാമല്ലോ. അവരിങ്ങനെ റെഗുലർ ആയിട്ട് വരേണ്ടതാണല്ലോ. ആരും നമ്മൾ കാണുന്നില്ല, വന്നതായിട്ട് രേഖകളില്ല. ഇല്ല, സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഒരു പാർട്ടി വെച്ചിട്ടുണ്ട് ടൈം ട്രാവലേഴ്സിന് വേണ്ടിയിട്ട്. അദ്ദേഹം ഇത് പരിപാടി കഴിഞ്ഞിട്ടാണ് അനൗൺസ് ചെയ്തത്. വച്ചിരുന്നു, അത് ടൈം ട്രാവലിംഗ് പോസിബിൾ ആണെങ്കിൽ വച്ചിരുന്നുള്ള കാര്യം അറിഞ്ഞിട്ട് വേറൊരാൾക്ക് വരാമല്ലോ, ആരും പങ്കെടുത്തില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ടൈം ട്രാവൽ അസാധ്യമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ പ്രപഞ്ചത്തിലെ വേറൊരു സ്പേസ് ടൈം പോയിന്റിലേക്ക് ഇപ്പൊ വേം ഹോൾ എന്നൊക്കെ പറയുന്നത് ചില തിയറട്ടിക്കലാണ്. നമുക്ക് ഇതുവരെ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നോ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്, നേച്ചറിൽ എങ്ങനെ നിൽക്കുന്നുണ്ട് എന്നോ ഒന്നും നമുക്കൊരു ധാരണയില്ല. അത് ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ തിയറിയിലുള്ള ചില ലൂപ്പ് ഹോൾ വെച്ചിട്ട് സാധ്യമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അസാധ്യമല്ല എന്ന് പറയാമെന്നേ ഉള്ളൂ. പക്ഷെ കഥകൾക്കപ്പുറം ഓഫ് കോഴ്സ് ടൈം ട്രാവൽ മൂവി ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. ഈ ടൈം ട്രാവൽ ആസ് എ ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ നല്ലൊരു ഐഡിയ ആണ്, ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഐഡിയ ആണ്. പക്ഷെ അത് ഇപ്പോഴും ഒരു ഇമാജിനേറ്റീവ് ഐഡിയ മാത്രമാണ് എന്നാൽ മാത്രമേ, അതാണ് ഒരു പക്ഷേ സങ്കടകരമായിട്ടുള്ള പ്രശ്നം.